സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നടിയുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നന്ദന് സുഖമില്ലാത്തതുകൊണ്ട് ഈ പ്രകാശ് മേനോൻ ഗുണ്ടകളെ വിട്ട് ഒരു ഡോക്ടറെ വരുത്തുന്നുണ്ട്. ഡോക്ടർക്ക് നന്ദനെ കാണുമ്പോൾ തന്നെ അത് സിദ്ധാർത്ഥിൻ്റെ മകനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടറുടെ നോട്ടമൊക്കെ കാണുമ്പം ഈ പ്രകാശിന് സംശയമായിട്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർക്ക് ഇയാളെ അറിയാമോ, മുമ്പ് പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുക, ഇയാൾക്ക് എന്ത് പറ്റിയതാ, എന്തെങ്കിലും അസുഖമാണോ എന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല, ഇവിടെ വെറുതെ കുഴഞ്ഞു വീഴുകയോ ചെയ്തേ, പിന്നെ ഒമിറ്റ് ചെയ്യുകയും ചെയ്തു, ഛർദ്ദിച്ചപ്പോൾ ബ്ലഡൊക്കെ വന്നതെന്ന് പറഞ്ഞതും ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന്. അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പ്രകാശ് മേനോനോട് പറയുന്നുണ്ട് ഇയാളുടെ കാര്യം അത്ര പന്തിയല്ല, എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഇയാളുടെ കാര്യം പരുങ്ങലിലാവും എന്ന് പറയുമ്പോൾ പ്രകാശ് മേനോൻ പറയുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല, എന്തായാലും ഡോക്ടർ പരിശോധിച്ചിട്ട് മരുന്ന് എഴുതുക, ഞാൻ മരുന്ന് വാങ്ങി കൊടുത്തോളാം. അന്നേരം ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച് കഴിഞ്ഞിട്ട് പ്രകാശ് മേനോനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ അതായിരുന്നു നല്ലത്, ഇവിടെ കിടത്തിയാൽ ചിലപ്പോൾ ഇയാളുടെ ജീവന് തന്നെ അത് ആപത്താവും എന്ന് പറയുമ്പം അതൊന്നും ഓർത്ത് ഡോക്ടർ ടെൻഷൻ ആവണ്ട, എന്തായാലും മരുന്ന് എഴുതി തന്നിട്ട് ഡോക്ടർ പോയിക്കോന്ന്. അങ്ങനെ ഈ ഡോക്ടർ മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാളെ ആരോ തട്ടിക്കൊണ്ട് വന്നേക്കണതോ അപകടപ്പെടുത്തിയേക്കണതാണ്. എത്ര ദിവസമായി MLA ദേവികയുടെ ഭർത്താവിനെ കാണാനില്ല എന്ന് പറയുന്നു. ഇയാൾ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം എങ്ങനെയെങ്കിലും MLA അറിയിക്കണം, ഇവിടെ വെച്ചിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വെളിയിലിറങ്ങിയിട്ട് MLA വിളിച്ച് കാര്യങ്ങൾ പറയാം, ഇവിടെ തന്നെ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും മരിച്ചു പോകാനാണ് സാധ്യത, എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ ഇയാളുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രകാശ് മേനോൻ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താ ആലോചിക്കണേന്ന് ചോദിച്ചതും അതല്ല ഇയാളിങ്ങനെ ഇവിടെ കിടന്നാൽ മരിച്ചു പോകുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ആലോചിച്ചതാണ്, എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പം പ്രകാശ് മേനോൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം, എന്തായാലും ഡോക്ടർ പോകാൻ നോക്കുമെന്നും പറഞ്ഞ് പ്രകാശ് മേനോൻ ഗുണ്ടകളുടെ കൂടെ തന്നെ ഡോക്ടറെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഗുണ്ടകൾ ഡോക്ടറെ കൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം പ്രകാശ് മേനോൻ നന്ദൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ നന്ദനാണെങ്കിൽ ഒരനക്കവും ഇല്ലാതെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് പ്രകാശ് മേനോൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ഇവൻ ഇവിടെ കിടന്നെങ്ങാനും തീർന്നു പോവോ, അഥവാ തീർന്നു പോയാലും കുഴപ്പമൊന്നുമില്ല, എവിടെയെങ്കിലും കുഴി വെട്ടി കുഴിച്ചിടാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നേരത്തെ നമ്മളുടെ ഡോക്ടറെയും കൊണ്ട് ഇങ്ങനെ ഗുണ്ടകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട് ശരിക്കും അയാൾ ആരാ, നിങ്ങൾ എന്തിനാ അയാളെ അവിടെ ഇങ്ങനെ ഇട്ടേക്കണേ, ആസ്പത്രി കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ മടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗുണ്ടകൾ പറയുന്നുണ്ട് ഡോക്ടർ വന്ന കാര്യം നടന്നില്ലേ, പിന്നെ ആവശ്യമില്ലാത്ത കേസ് എന്തിനാണ് ഡോക്ടർ അന്വേഷിക്കണം. സമയത്ത് ഡോക്ടർക്ക് ഉറപ്പാവുന്നുണ്ട് ഈ നന്ദനെ തട്ടിക്കൊണ്ട് പോയേക്കണവരാണ് ഇവർ, എന്തായാലും അവരവനെ ആസ്പത്രിയിലൊന്നും കാണിക്കാൻ പോകണില്ല, എത്രയും പെട്ടെന്ന് ഈ വിവരം ദേവികയോ സിദ്ധാർത്ഥിനെ അറിയിക്കണം, ഇല്ലെങ്കിൽ ആ പയ്യൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന. ആ സമയം ഗുണ്ട ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താ ആലോചിക്കണേന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ ആ പയ്യനെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതും ആ ഗുണ്ട പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ മരുന്ന് വാങ്ങി കൊടുത്തോളാന്ന്. അതേസമയം പ്രകാശ് മേനോനാണെങ്കിൽ പെട്ടെന്നാണ് ഓർമ്മ വരുന്നത് ഇനി ഡോക്ടർ ഈ വിവരം എങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാലോ, അയാൾ പറഞ്ഞാൽ അത് അപകടമാവും, അവിടെ പോലീസ് വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വേഗം തന്നെ ഫോണെടുത്ത് ഗുണ്ടകൾക്ക് വിളിക്കുന്നുണ്ട്. ഗുണ്ട ഫോൺ എടുത്തതും എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോൾ എവിടെയാണ്, ആ ഡോക്ടറെ നിങ്ങൾ ഇറക്കി വിട്ടു എന്ന് വെച്ചതും ഉവ്വ സാറേ ഞങ്ങൾ ഡോക്ടറെ ഇറക്കി വിട്ടു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല എനിക്കൊരു സംശയം, അയാൾ നമുക്കിനി എന്തെങ്കിലും പണി തരുമോയെന്ന്, ഒന്നുമില്ലെങ്കിലും അയാളൊരു ഡോക്ടറല്ലേ, ഒരാളിങ്ങനെ കിടക്കണ കണ്ടാൽ അയാൾക്ക് സഹിക്കില്ല, ഇനിയിപ്പോൾ അയാൾ ആ ദേവികയോ സിദ്ധാർത്ഥിനെയോ വിളിച്ച് വിവരം പറഞ്ഞാൽ നമുക്ക് പണിയാവും, അതുകൊണ്ട് അയാളെ വിടണ്ട, അയാളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നു. അന്നേരം ഈ ഗുണ്ട പറയുന്നുണ്ട് ഞങ്ങളൊന്ന് നോക്കട്ടെ സാറേ, അയാൾ പോയോന്നറിയില്ല, എന്തായാലും ചെന്ന് നോക്കാമെന്നും പറഞ്ഞ് ഈ ഗുണ്ടകൾ വണ്ടി വേഗം തിരിക്കടാ, ആ ഡോക്ടറെ നമുക്ക് പൊക്കണമെന്നും പറഞ്ഞ് വണ്ടി തിരിച്ചു പോകുന്നുണ്ട്. ഇതേ നേരം ഡോക്ടറാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയതും വേഗം തന്നെ ബാഗിൽ നിന്ന് ഫോൺ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ദേവികയോ സിദ്ധാർത്ഥിനെയോ വിളിച്ച് വിവരം പറയണം, ഇല്ലെങ്കിൽ ആ പയ്യൻ്റെ ജീവൻ അപകടത്തിലാവും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദേവികയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ നേരത്തെ ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനോടുകൂടി ഇരിക്കുമ്പോഴാണ് ഈ ഡോക്ടറുടെ കോള് വരുന്നത്. കോള് കണ്ടതും ഇതാരാ വിളിക്കണേ, പരിചയമില്ലാത്ത നമ്പറാലോ, എന്നാലും എടുത്ത് നോക്കാമെന്നും പറഞ്ഞ് ദേവിക ഫോൺ എടുത്തതും ഡോക്ടർ ചോദിക്കുന്നുണ്ട് MLA ദേവികയല്ലേ, അതെ ഞാൻ ദേവിക, ആരാ വിളിക്കണേന്ന് വെച്ചത് ഞാൻ ഡോക്ടറാ, എനിക്കൊരു അത്യാവശ്യ കാര്യം ദേവികയോട് പറയാനുണ്ടായിരുന്നു എന്ന് പറയണു. ഇങ്ങനെ ഡോക്ടർ സംസാരിക്കുന്ന സമയത്താണ് ഈ ഗുണ്ടകൾ തിരിച്ചു വരുന്നത്. ഗുണ്ട കാറിൽ നിന്ന് ഇറങ്ങി ഡോക്ടറുടെ അടുത്തേക്ക് വരുമ്പം ആ ഗുണ്ട കേൾക്കണത് എനിക്ക് ദേവികയോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. അത് കേട്ടതും ഗുണ്ടയ്ക്ക് മനസ്സിലാവുന്നുണ്ട് MLA വിളിച്ച് ഇയാൾ കാര്യങ്ങളൊക്കെ പറയണതാണ്. ആ നേരം തന്നെ ഗുണ്ട കയ്യിലിരുന്ന വടി വെച്ച് ഡോക്ടറുടെ തലയ്ക്ക് അടിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ അമ്മയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് താഴെ വീഴുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ ദേവിക കേൾക്കണമുണ്ട്. എന്നിട്ട് ദേവിക ഹലോ ഹലോ എന്ന് പറയുമ്പം ഇഷ്ടത്തിന് മറുപടി ഒന്നും കേൾക്കണില്ല. ആ സമയത്തേക്ക് ദേവികയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്.
ഡോക്ടർ എന്തിനായിരിക്കും എന്നെ വിളിച്ച് ആ ഡോക്ടറെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട്, അതിൻ്റെ കരച്ചിലാണ് കേട്ടതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് ഈ ഗുണ്ടയാണെങ്കിൽ ഈ ഡോക്ടറെ തല്ലി വീഴ്ത്തിയിട്ട് വീണ്ടും വീണ്ടും ഡോക്ടറുടെ തല നോക്കി അടിച്ചു കഴിഞ്ഞതും ഡോക്ടർ മരിച്ചു പോയെന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ട് ആ ഗുണ്ട വണ്ടി വിട്ട് പോകാണ്. ഇതേ സമയം ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ സംശയത്തോടുകൂടി നിൽക്കുമ്പോൾ ശാരിക അങ്ങോട്ട് വരുന്നുണ്ട്. ശാരിക വന്നതും എന്താ ചേച്ചി എന്താ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിക്കുമ്പം അത് ശാരി ഒരു പ്രശ്നമുണ്ട്, എന്ത് പ്രശ്നമാണ് ചേച്ചിയെന്ന് ചോദിച്ചതും ഇപ്പം ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞ ഒരാളെൻ്റെ ഫോണിലോട്ട് വിളിച്ചായിരുന്നു. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അയാൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. MLA ദേവിക അല്ലേന്ന് ചോദിച്ചു. പിന്നീടൊന്നും പറയാൻ പറ്റിയില്ല. അതിനു മുമ്പ് അയാളെ ആരോ ഉപദ്രവിച്ചു, അയാളുടെ കരച്ചിലൊക്കെ ഞാൻ കേട്ടു. അയാളെ ആരോ ഉപദ്രവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയേ. കോളാരും പിന്നെ അറ്റൻഡ് ചെയ്തൊന്നുമില്ല, പിന്നെ വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തോയില്ല. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ അയാൾ നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കുമോ ചേച്ചീനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല മോളെ, എന്തായാലും ആ ഡോക്ടറുടെ ഫോണിലേക്ക് ഒന്നും കൂടി വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് ദേവിക വീണ്ടും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് വേറെ ആരോ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തതും ഹലോ എന്ന് ചോദിക്കുമ്പം ഞാൻ MLA ദേവികയെ വിളിക്കുന്നത്, ഡോക്ടർക്കൊന്ന് ഫോൺ കൊടുക്കുമെന്ന് ചോദിച്ചതും ഡോക്ടർ ഇവിടെ മരിച്ചു കിടക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടതും MLA ചോദിക്കുന്നുണ്ട് എന്ത് ഡോക്ടർ മരിച്ചു പോയെന്നോ? ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പ് ഹലോ ഡോക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചത്, ഡോക്ടർക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചതും അതൊന്നും അറിയില്ല മാഡം, വണ്ടി ഇടിച്ചതാണെന്ന് തോന്നുന്നു, ഇവിടെ വഴിയിൽ മരിച്ചു കിടക്കുമായിരുന്നു. അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് രാധിക വരുമ്പോൾ രാധികയോട് പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, എനിക്കാകെ പേടിയാവുക. ഇപ്പം തന്നെ ഒരു ഡോക്ടർ എന്നെ വിളിച്ച് എന്തോ പറയാൻ തുടങ്ങിയതും ആ ഡോക്ടറെ ആരോ ഉപദ്രവിച്ചതുപോലെ എനിക്ക് തോന്നിയത്. ഇപ്പോൾ വിളിച്ചപ്പോൾ ഡോക്ടർ മരിച്ചു എന്നാണ് പറയണതെന്ന്. അന്നേരം രാധിക പറയുന്നുണ്ട് ഏതെങ്കിലും വണ്ടി തട്ടിയതായിരിക്കും എന്ന് പറയുമ്പം ഇല്ല, ഡോക്ടറുടെ മരണം ഒരു അപകടമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇത് കരുതി കൂട്ടി ആരോ ഡോക്ടറെ കൊലപ്പെടുത്തിയതാണ്, അതും നമ്മളോട് പറയാൻ വേണ്ടി ഡോക്ടർ എന്തോ രഹസ്യം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു, അത് പറയാൻ തുടങ്ങിയപ്പോൾ ആരോ കൊന്നതാണ്. ആ സമയത്ത് ശാരികയും പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തന്നെയായിരിക്കും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ, ആ ഡോക്ടർ നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി നമ്മളെ വിളിച്ചതായിരിക്കും, അന്നേരം നന്ദേട്ടനെ കടത്തിക്കൊണ്ട് പോയവർ ആ ഡോക്ടറെ കൊന്നതായിരിക്കും എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രകാശ് മേനോൻ വീണ്ടും ഗുണ്ടകളെ വിളിക്കുകയാണ്. ആ സമയത്ത് ഗുണ്ടകൾ ഫോൺ എടുത്തതും പ്രകാശ് മേനോനോട് പറയുന്നുണ്ട് സാറ് ടെൻഷൻ ആവുമൊന്നും വേണ്ട, അയാളുടെ കേസ് തീർന്നു, ഇനി അയാൾ സാറിനൊരു പ്രശ്നം ഉണ്ടാക്കൂല. അന്നേരം പ്രകാശ് മേനോൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയിടാ, അയാളെ നിങ്ങൾ തീർത്തോന്ന് ചോദിച്ചതും പിന്നെ തീർക്കാണ്ട് ഞങ്ങൾ നോക്കുമ്പോൾ അയാൾ ആ MLAക്ക് വിളിച്ച് കാര്യം പറയാൻ തുടങ്ങുമായിരുന്നു. ആ സമയത്ത് പ്രകാശ് മേനോനാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്, എന്ത് MLAനെ വിളിച്ച് കാര്യം പറഞ്ഞോ, അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഒന്നും പറഞ്ഞൊന്നുമില്ല, പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തിയതുകൊണ്ട് അയാൾക്കൊന്നും പറയാൻ പറ്റില്ല, സ്പോട്ടിൽ തന്നെ ഞങ്ങൾ അയാളെ തീർത്തു എന്ന്. സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട് ആശ്വാസമായി, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ, എന്താണെന്നറിയില്ല, അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയ, അല്ലെങ്കിൽ ഞാൻ അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടില്ലായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷീനെയാണ്. ഋഷിയുടെ അടുത്തേക്ക് പ്രകാശ് മേനോൻ ചെല്ലുമ്പം ഋഷി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ബോസ് ഇതുവരെ വന്നില്ലേ എന്ന് ചോദിച്ചതും ബോസിനെ വിളിക്കാമെന്ന് കരുതിയതാണ്, അപ്പോഴല്ലേ അവിടെ നന്ദന് സുഖമില്ലാതായ, നന്ദനാണെങ്കിൽ അവശതയായി കിടക്കുക. അന്നേരം ഈ ഋഷി ചോദിക്കുന്നുണ്ട് നന്ദന എന്താ പറ്റിയേ, നിങ്ങളെന്തെങ്കിലും ചെയ്തതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, അവനാണെങ്കിൽ കുഴഞ്ഞു വീണു, പിന്നീട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു, അതിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഡോക്ടറെ കൊണ്ടുവന്നു വിടാൻ പോയപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി അയാൾ ഞങ്ങൾക്ക് പണി തരുമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ശരിയായിരുന്നു, അയാൾ ദേവികയെ വിളിച്ച് കാര്യം പറയാൻ പോവുമായിരുന്നു. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ ദേവികയോട് കാര്യം പറഞ്ഞു എന്ന് ചോദിച്ചതും എവിടെ, അതിനു മുമ്പായിട്ട് തന്നെ എൻ്റെ പിള്ളേർ പണി കൊടുത്തു, അവൻ സ്പോട്ടിൽ തന്നെ തീർന്നു എന്ന്. അത് കേട്ടത് ഋഷി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കണേ, ആദ്യം നിങ്ങൾ മീരയെ കൊന്ന് ജയിലിൽ പോയി, ഇപ്പോൾ വേറൊരാളെയും കൊന്നു, നിങ്ങൾക്ക് കൊല്ലാനൊരു മടിയില്ലേന്ന് ചോദിക്കുമ്പം അതെന്താടാ നിനക്ക് മടിയുണ്ടോ കൊല്ലാൻ, നീയും നന്ദനെ കൊല്ലാൻ വേണ്ടി നടക്കുമല്ലായിരുന്നോ, എത്ര പ്രാവശ്യം നീ ആ പ്രഭാവതിനെ കൊല്ലാൻ നോക്കിയത്. അന്നേരം ഋഷി പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അന്നേരത്തെ സാഹചര്യത്തിൽ ചെയ്തതല്ലേ, ഇപ്പം എനിക്ക് അങ്ങനെ അവരോട് വൈരാഗ്യമൊന്നുമില്ല, എന്തായാലും നിങ്ങളുടെ ബോസ് എപ്പോഴാണ് വന്നതെന്ന് പറ, അതനുസരിച്ച് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശ് മേനോൻ പറയുന്നുണ്ട് ബോസ് വന്നാൽ അപ്പം തന്നെ നിനക്ക് വീട്ടിലേക്ക് പോകാനൊന്നും പറ്റില്ല, നിൻ്റെ അമ്മ ഞങ്ങൾ ചോദിക്കണ പണം തന്നാൽ മാത്രമേ നിന്നെ പറഞ്ഞു വിടുള്ളൂ. അന്നേരം ഈ ഋഷിക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട് ഇവൻ പറയുന്നത് നേരാണോ എന്ന്. അപ്പം നന്ദൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചതും നിൻ്റെ അമ്മ പണം തന്നാൽ നിന്നെ പറഞ്ഞു വിടും, പിന്നെ നീ നന്ദൻ്റെ കാര്യം അന്വേഷിക്കണ എന്തിനാ, നന്ദൻ്റെ വീട്ടുകാർ ഞങ്ങൾ ചോദിക്കണ പണം തരാണെങ്കിൽ അവനെയും പറഞ്ഞു വിടും, ഇല്ലെങ്കിൽ ഞങ്ങൾ അവനെ തീർത്ത് കളയുന്നു. പിന്നീട് കാണിക്കുന്നത് ദേവികേനെയും ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ആരെങ്കിലും ഡോക്ടറെ കൊന്നതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബലമായ സംശയം അത് തന്നെയാണ്, എന്തായാലും ഞാൻ അച്ഛനെ വിളിച്ച് വിവരം പറയാമെന്നും പറഞ്ഞു ഫോണെടുത്ത് സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട്.
സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ഇങ്ങനെ പ്രഭാവതിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്താൻ പറ്റുമെന്നും പറഞ്ഞ്. അന്നേരമാണ് സിദ്ധാർത്ഥൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയത് മോളെ വിളിക്കണമെന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്ന് ചോദിച്ചതും, അച്ഛാ എനിക്ക് അച്ഛനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ മോളേന്ന്. അങ്ങനെ ദേവിക ഈ ഡോക്ടർ വിളിച്ച കാര്യവും ഡോക്ടർ സംസാരിച്ച് തുടങ്ങിയപ്പം ആരോ ഡോക്ടറെ ആക്രമിച്ച കാര്യവും പിന്നീട് ഡോക്ടറുടെ സംസാരമൊന്നും കേൾക്കാണ്ടായതും പിന്നെ വിളിച്ചപ്പോൾ ഡോക്ടർ മരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതൊക്കെ ഈ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതും നമ്മളും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പം അതല്ല അച്ഛാ, ഇത് നന്ദുവായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഡോക്ടർ വിളിച്ചത് വെറുതെ ആയിരിക്കില്ലല്ലോ, എനിക്കൊരു പരിചയമില്ലാത്ത ഡോക്ടറാണ്, എന്തായാലും അയാൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം, അത് നമ്മളോട് പറയാൻ തുടങ്ങിയപ്പോൾ ആരോ അയാളെ മനഃപൂർവ്വം കൊന്നതാണെന്നാണ് തോന്നണേന്ന്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പം തന്നെ അതെന്താണെന്ന് അന്വേഷിക്കാം, ഇതൊരു ആക്സിഡൻ്റാണെന്ന് എനിക്ക് തോന്നണില്ല അച്ഛാ, മിക്കവാറും അതൊരു കൊലപാതകമായിരിക്കും എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ SPയെ വിളിച്ച് ഇപ്പം തന്നെ കാര്യങ്ങൾ സംസാരിക്കാം മോളെ, അതിനുശേഷം നമുക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം, എന്തായാലും മോള് സമാധാനമായിട്ടിരിക്കുന്നു. ഇത് കേട്ടതും ദേവികയാണെങ്കിൽ ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.